ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഞ്ജു സാംസൺ പല ടീമുകളിലേക്കും മാറുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് താരം പോകുന്നു എന്ന വാർത്തയാണ് അവസാനം എത്തിയിരുന്നത്. ഇപ്പോൾ ആ വാർത്ത സത്യമായിരിക്കുകയാണ്. 18 കോടിക്കാണ് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിച്ചിരിക്കുന്നത്. താരത്തിന് പകരം 14 കോടിക്ക് രവീന്ദ്ര ജഡേജയും 2.4 കോടിക്ക് സാം ഖുറാനെയുമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. സഞ്ജു സാംസന്റെ സ്വപ്നം എന്നത് ധോണിക്കൊപ്പം കളിക്കുക എന്നതാണ്. ആ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. സഞ്ജു സാംസന് ലഭിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പിന് മികച്ച ഇമ്പാക്റ്റ് ആണ്. കൂടാതെ മഹേന്ദ്ര സിംഗ് ധോണി അധിക നാളുകൾ കളിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും ഭാവിയിൽ ക്യാപ്റ്റൻ ആക്കാനും സഞ്ജു സാംസനെ കഴിയുമെന്നത് കൊണ്ടാവാം ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് സഞ്ജു സാംസനെ എടുത്തിട്ടുള്ളത്. എന്നാൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ രവീന്ദ്ര ജഡേജയാവട്ടെ തന്റെ വീട്ടിലേക്കാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. IPL കരിയർ സ്റ്റാർട്ട് ചെയ്തത് രാജസ്ഥാൻ റോയൽസിൽ നിന്നാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ഫിനിഷിംഗ് ടച്ചിൽ രവീന്ദ്ര ജഡേജയ്ക്ക് ചിലത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ മികച്ച സ്ലോട്ടാണ് രാജസ്ഥാൻ റോയൽസ് രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്തി ഫില്ല് ചെയ്തിട്ടുള്ളത്. CSK മാനേജ്മെന്റിന്റെ ഇടപെടൽ മാത്രമല്ല, മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഇടപെടലും ഇതിലുണ്ടെന്ന് വ്യക്തമാണ്. 2026 സീസണിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡ് തന്നെയാണ് ടീമിനെ നയിക്കുക. കഴിഞ്ഞ 2 IPL സീസണുകൾ ചെന്നൈ സൂപ്പർ കിങ്സിന് മികച്ചതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ ഈ അഴിച്ചുപണിക്ക് മുതിർന്നത്. ഒരു ടോപ്പ് ഓർഡർ ഇന്ത്യൻ ബാറ്റ്സ്മാൻ വേണമെന്നുള്ള മാനേജ്മെന്റ് ആഗ്രഹമാണ് സഞ്ജു സാംസനെ ചെന്നൈയിൽ എത്തിച്ചിട്ടുള്ളത്. ലേലത്തിലധികം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ലഭ്യമാകില്ല എന്നതിനാലാണ് ട്രേഡ് വിൻഡോയിലൂടെ സഞ്ജു സാംസനെ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിച്ചതെന്ന് ചെന്നൈയുടെ CEO പറഞ്ഞു. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.